നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിച്ച ദിവസമാണിന്ന്. ആ സ്ക്വാഡിലെ നായകൻ രോഹിത് ശർമ്മയാണ്, വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയാണ്. രണ്ടുപേരും ഇന്ന് മുംബൈ ഇന്ത്യൻസിനായിട്ട് കളിച്ച് നിരാശപ്പെടുത്തിയ ദിവസം കൂടിയാണ്. രോഹിത് ശർമ്മ ആകെ നേടിയത് 4 റൺസ് ആയിരുന്നെങ്കിൽ അതുപോലെ തന്നെ ഗോൾഡൻ ഡക്കായിട്ട് മടങ്ങിപ്പോകുന്ന ഹാർദിക് പാണ്ഡ്യയാണ് നമ്മൾ കണ്ടത്. ആദ്യം ബാറ്റ് ചെയ്ത MILSക്കെതിരെ നിശ്ചിത 20 ഓവറുകളിൽ 144 റൺസാണ് 7 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയിരിക്കുന്നത്. ആ 144ലേക്ക് അവരെ എത്തിച്ചത് ഇഷാൻ കിഷന്റെയും നെഹാൽ വധേരയുടെയും ഒടുവിൽ ടിം ഡേവിഡിന്റെ വെടിക്കെട്ടും ഈ 3 പേരുടെ ഒരു പ്രകടനത്തിന്റെ ഫലമായിട്ടാണ് അവർ 144ലേക്കെങ്കിലും എത്തിയത്. തുടക്കത്തിൽ തന്നെ രോഹിത് മടങ്ങിപ്പോയി 4 റൺസ് മാത്രം എടുത്ത് അദ്ദേഹത്തെ മോസിൻ ഖാൻ മടക്കി വിടുകയായിരുന്നു. മാർക്കസ് സ്റ്റോയിനിസ് ആണ് ക്യാച്ച് എടുത്തത്. സൂര്യകുമാർ യാദവ് ആവട്ടെ 10 റൺസാണ് എടുത്തത്. തിലക് വർമ്മ, രവി ബിഷ്ണോയി അദ്ദേഹത്തെ റൺഔട്ടാക്കി 7 റൺസിനാണ് അദ്ദേഹം മടങ്ങിയത്. നവീൻ ലക്ക് ഹാർദിക് പാണ്ഡ്യയെ ഗോൾഡൻ ഡക്കാക്കി മടക്കി വിടുകയും ചെയ്തു. അതേസമയം ഇഷാൻ കിഷൻ 36 പന്തിൽ നിന്ന് 3 ഫോറുകളുടെ സഹായത്തോടെ 32 റൺസ് എടുത്തിരുന്നു. നെഹാൽ വധേര പിന്നീട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച. അദ്ദേഹം 41 പന്തിൽ നിന്ന് 4 ഫോറും 2 സിക്സും അടക്കം 46 റൺസ് അടിച്ചു. മുഹമ്മദ് നബി 1 റൺസുമായിട്ടും മടങ്ങി. അതേസമയം ഒടുവിൽ ആഞ്ഞടിച്ച് 18 പന്തിൽ നിന്ന് 3 ഫോറും 1 സിക്സറും അടക്കം 35 റൺസ് എടുത്ത ടിം ഡേവിഡ് ആണ് അവരുടെ സ്കോർ 144ലേക്ക് എത്തിച്ചത്. മികച്ച ബൗളിംഗ് പ്രകടനമാണ് മോസിൻ ഖാൻ നടത്തിയത്. 4 ഓവറിൽ 36 റൺസ് അദ്ദേഹം 2 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ സ്റ്റോയിനിസ് 3 ഓവറിൽ 19 റൺസ് ഒരു വിക്കറ്റ് എടുത്തു. ബിഷ്ണോയിയുടെ ബൗളിംഗ് പ്രകടനവും എടുത്തു പറയണം. 4 ഓവർ അദ്ദേഹം 28 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. 1 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. നവീൻ ലക്ക് 3.5 ഓവറുകളിൽ 15 റൺസിന് 1 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു. എന്തായാലും മികച്ച ഒരു പ്രകടനം നടത്താൻ ഇന്ത്യയുടെ നായകനും വൈസ് ക്യാപ്റ്റനും പറ്റാത്തത് ആരാധകർക്ക് നിരാശ ഉണ്ടാക്കുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.